നമസ്കാരം. ചെഗുവേരയുടെ ചിത്രം പതിപ്പിച്ച കാർഡ് നൽകി സ്വാതന്ത്ര്യദിനാഘോഷം. സഖാക്കൾ ദേ പോണു ഏറിൽ. ലോകത്തെ സകലമാന കാര്യങ്ങളും തങ്ങളാണ് ചെയ്തത് എന്നും പറഞ്ഞ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു പറ്റം സഖാക്കന്മാർ നാം ഇപ്പോൾ സ്ഥിരമായി കാണുന്ന കാഴ്ചയാണ്. പലപ്പോഴും അതിന് മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലുള്ള പാർട്ടിയിലെ ഉന്നത നേതാക്കൾ പിന്തുണ നൽകാറുമുള്ളത് സ്ഥിരം തന്നെ. കേന്ദ്രം യാഥാർത്ഥ്യമാക്കിയിട്ടുള്ള പല പദ്ധതികളുടെയും ക്രെഡിറ്റ് മുഖ്യൻ സ്വന്തമാക്കിയത് ഇതിനൊക്കെ വലിയ ഉദാഹരണമാണ്. കേരളത്തിൽ പല പദ്ധതികളും സംസ്ഥാന സർക്കാർ യാഥാർത്ഥ്യമാക്കുമെന്ന് പറഞ്ഞ് അത് കൊണ്ടുവരാതിരിക്കുകയും ഒടുക്കം കേന്ദ്രം തന്നെ അത് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് യാഥാർത്ഥ്യമാക്കുകയും ചെയ്യും. അതല്ല എങ്കിൽ മറ്റേതെങ്കിലും സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകർ അത് യാഥാർത്ഥ്യമാക്കും. ഇതിനൊക്കെ പിന്നാലെ മുഖ്യമന്ത്രി കേരള സർക്കാരിന്റെ പദ്ധതി എന്ന് പറഞ്ഞ് അതിന് ഫ്ലെക്സ് അടിക്കുന്നതൊക്കെ നാം കാണുന്നതാണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങൾക്ക് മുമ്പാണ് കേന്ദ്രത്തിന്റെ വക ഒരു പാലം കേരളത്തിൽ സമ്മാനിക്കുന്നത്, കേരളത്തിൽ ഒരു പാലം യാഥാർത്ഥ്യമാക്കുന്നത്. അതിനുശേഷം ആ പാലം ഉദ്ഘാടനത്തിന് ചെന്ന എല്ലാവരും കണ്ടത് ആ പാലത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ നിരവധി ഫ്ലെക്സുകളായിരുന്നു. ആ ഫ്ലെക്സിൽ നിറയെ ഉള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയനും മുഖ്യന്റെ മരുമകനും നമ്മുടെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള PM മുഹമ്മദ് റിയാസിന്റെയും ഒക്കെ മുഖമായിരുന്നു. കേന്ദ്ര പദ്ധതി ആയിരുന്നുവെങ്കിൽ പോലും അത് സ്വന്തം പദ്ധതിയാക്കി മാറ്റിക്കൊണ്ടായിരുന്നു അന്ന് അവിടെ വലിയ അവകാശവാദങ്ങളൊക്കെ നടന്നത്. അത് മാത്രമല്ല, അന്ന് ഇത്തരത്തിൽ CPM വലിയ രീതിയിലുള്ള അവകാശവാദങ്ങളൊക്കെ ഉന്നയിച്ചപ്പോൾ പോലും ഇത് യാഥാർത്ഥ്യമാക്കിയിട്ടുള്ള കേന്ദ്രത്തിന്റെ, അതായത് മോദി സർക്കാർ എന്ന് പറയുമ്പോൾ BJP ഇതിന്റെ അവകാശവാദം ഒന്നും ഉന്നയിച്ചിട്ടില്ല. കാരണം അവർക്കറിയാം അവരാണിത് യാഥാർത്ഥ്യമാക്കിയത്, ഇത് ജനങ്ങൾക്ക് മനസ്സിലാകുമെന്നത്. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂട്ടരും എല്ലാ പദ്ധതികളും തങ്ങളാണ് യാഥാർത്ഥ്യമാക്കിയത് എന്ന്, അതൊന്നും നടപ്പിലാക്കില്ല എങ്കിൽ പോലും നടപ്പിലായി കഴിഞ്ഞാൽ അതിന്റെ അവകാശവാദം ഏറ്റെടുക്കുന്നത് ഒരു സ്ഥിരം ശീലമായി മാറുകയാണ്. പക്ഷേ ഇതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നടപടി നടക്കുന്നത്. അതായത് മഞ്ചേരി അരുക്കിഴാഴ ഗവൺമെന്റ് LP സ്കൂളിൽ സ്വാതന്ത്ര്യദിന പരിപാടിയിൽ ചെഗുവേരയുടെ ചിത്രം പതിപ്പിച്ച കാർഡിൽ കുട്ടികൾക്ക് മിഠായി വിതരണം ചെയ്തിരിക്കുന്നു. ഇത് വിവാദമായിട്ടുണ്ട്. ഈ ചെഗുവേര എന്ന് പറയുന്നത് CPM-നെയും സഖാക്കന്മാരെ കുറിച്ച് അവരെയൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരാൾ തന്നെയായിരിക്കാം. പക്ഷേ സ്വാതന്ത്ര്യദിനം എന്ന് പറയുന്നത് ചെഗുവേര എന്നുള്ള ഒരു നേതാവിന്റെ നേതൃത്വത്തിൽ ലഭ്യമായ ഒന്നല്ല. എത്രയോ ആളുകൾ ജീവൻ മരണ പോരാട്ടം നടത്തി, എത്രയോ ആളുകൾ ജീവൻ ബലിയർപ്പിച്ച്, എത്രയോ ആളുകൾ എത്രയോ വർഷം ജയിലിൽ കടഞ്ഞ് കൊടിയ പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടൊക്കെ രാജ്യത്തിന് വേണ്ടി നേടി നൽകിയ ഒന്നാണ് നമ്മുടെ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം മേയർ ആര്യ രാജേന്ദ്രൻ ഒരു കുറിപ്പ് പങ്കുവച്ചു സ്വാതന്ത്ര്യദിന ആശംസയുടെ ഭാഗമായിട്ട്. എന്തും ചെയ്യാനുള്ള അവകാശമല്ല സ്വാതന്ത്ര്യം എന്നത്. അത് അങ്ങനെ ഒരു കുറിപ്പ് പുറത്തു വന്നപ്പോൾ വളരെ വലിയൊരു വിവാദം ഉണ്ടായിരുന്നു. ജനങ്ങളൊക്കെ പ്രതികരിച്ചു തുടങ്ങി. മേയർ ആര്യ രാജേന്ദ്രൻ ഇങ്ങനെ ഒരു കുറിപ്പ് പങ്കുവെക്കാൻ എങ്ങനെ തോന്നി? നിങ്ങളുടെ പ്രവർത്തനവും നിങ്ങളുടെ രീതികളും ഈ വാക്കിന് ഒരിക്കൽ പോലും യോജിച്ചതല്ല എന്നുള്ള തരത്തിൽ പലരും പ്രതികരിച്ചു. ആ മേയറുടെ അതേ പാർട്ടിയിലുള്ള ചില ആളുകളാണ് ഇത്തരത്തിലൊരു തീരുമാനം നടത്തിയിരിക്കുന്നത്. അതായത് ചെഗുവേരയുടെ ചിത്രം വെച്ച കുട്ടികൾക്കിടയിലേക്ക് ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യദിന സന്ദേശം എത്തിക്കുമ്പോൾ ആ കുട്ടികൾക്കുള്ളിൽ, ആ പിഞ്ചു കുട്ടികൾ അവരുടെ മനസ്സിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ പിന്നീട് ജീവിതകാലം മൊത്തം ഉണ്ടാകുന്ന കാര്യങ്ങളായിരിക്കും. അതായത് ചെറിയ മനസ്സിലേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ഒരു കാലത്ത് മറന്നു പോകില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്കിടയിലേക്ക് ഇങ്ങനൊരു സന്ദേശം എത്തിച്ചതാ മുമ്പിലോട്ടുള്ള പാർട്ടിയുടെ ഒരു കണ്ണ് വെച്ചിട്ട് തന്നെയായിരിക്കണം വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ ഈ കുരുന്നുകളെ പിന്നീട് പാർട്ടിയിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം എന്ന് വേണമെങ്കിൽ ഇതിനെ കാണാൻ സാധിക്കും. കാരണം അതാണ് ഇത്തരത്തിലൊരു സ്വാതന്ത്ര്യ ദിനത്തിൽ ചെഗുവേരയുടെ ഫോട്ടോ വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്രചരണം നടത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല, മേയർ ആര്യ രാജേന്ദ്രൻ അന്ന് കഴിഞ്ഞ ദിവസം സ്വാതന്ത്ര്യ ദിനത്തിൽ കുറിച്ച ആ ഒരു വാക്ക് മേയർക്ക് മാത്രമല്ല മേയറുടെ സഖാക്കന്മാർക്കൊക്കെ തന്നെ ഉപകാരപ്പെടുന്ന ഒരു ഉപദേശമായിട്ട് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ചെഗുവേരയുടെ ചിത്രം പതിപ്പിച്ച കാർഡ് കുട്ടികൾക്ക് മിഠായി വിതരണം നൽകുന്നതിന് ഉപയോഗിച്ചു എന്നുള്ള വിവാദം പുറത്തു വരുമ്പോൾ പറയാണ്ടിരിക്കുന്നത്. അതായത് സ്വാതന്ത്ര്യം എന്നത് എന്തും ചെയ്യാനുള്ള അധികാരമല്ല. സ്വാതന്ത്ര്യദിനം അത് 1947 നമുക്ക് ലഭ്യമാകുമ്പോൾ അതിനുവേണ്ടി പ്രയത്നിച്ച ഒരുപാട് ആളുകളുണ്ട്. മഹാത്മാഗാന്ധിയെ പോലെ, അതുപോലെ എത്രയോ ആളുകളാണ് നമുക്ക് വേണ്ടി പ്രവർത്തിച്ചത്. അവരെ ഒന്നും ഓർമ്മപ്പെടുത്താതെ CPM സഖാക്കന്മാർ ഓർമ്മപ്പെടുത്തുന്നത് സ്വാതന്ത്ര്യ ദിനത്തിൽ ചെഗുവേരയാണ്. CPM പശ്ചാത്തലമുള്ള ക്ലബായിട്ടുള്ള
ഏണസ്റ്റോ യൂത്ത് സെന്റർ അരുകിഴാഴയുടെ നേതൃത്വത്തിലാണ് വിദ്യാലയങ്ങളിൽ ഇങ്ങനൊരു നീചമായ പ്രവൃത്തി നടന്നത് എന്നതാണ് റിപ്പോർട്ട്. കുട്ടികൾക്ക് ഒരിക്കൽ പോലും മാതൃക ആക്കാൻ സാധിക്കാത്ത വ്യക്തിയായ ചെഗുവേരയുടെ ചിത്രം വെച്ച ഇവർ പ്രചരണം നടത്തിയത് വലിയ വിവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും ഒക്കെ ഇപ്പോൾ വഴിവെക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരുടെ കയ്യിൽ ചെഗുവേരയുടെ ചിത്രം പതിച്ച കാർഡിൽ മിഠായി കിട്ടിയതോടെയാണ് ഈ സംഭവം പുറത്തു വന്നത് എന്നതാണ് വിവരം. പ്രധാന അധ്യാപികയോട് പറഞ്ഞപ്പോൾ ആദ്യം ഈ പ്രവൃത്തിയെ ന്യായീകരിക്കുകയാണ് ചെയ്തത് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. പിന്നീട് പ്രവർത്തകർ പ്രതിഷേധം കടുപ്പിച്ചതോടെയാണ് താനൊന്നും അറിഞ്ഞിട്ടല്ല ഇങ്ങനെയൊരു പ്രവർത്തനം ഉണ്ടായത് എന്ന് പറഞ്ഞതും ആ അധ്യാപക ആ വിഷയത്തിൽ നിന്ന് തടിയുരാൻ ശ്രമിച്ചതും എന്നൊക്കെയാണ് റിപ്പോർട്ട്. സംഭവത്തിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുകയാണ് ആരുകിഴാഴ BJP ബൂത്ത് കമ്മിറ്റി എന്നതാണ് റിപ്പോർട്ടുകൾ. എന്തായാലും ഈ ഒരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ CPM-ന്റെ അല്ലെങ്കിൽ സഖാക്കന്മാരുടെ തലയിൽ ആൾതാമസമില്ലാത്ത ഒരു രീതിയാണ് എന്ന് പറയേണ്ടി വരും. എന്തായാലും ചെഗുവേരയെ ഉപയോഗിച്ചുള്ള സഖാക്കന്മാരുടെ ഈ പ്രവൃത്തി അത് അധികമാരും കണ്ടില്ല എന്ന് നടിക്കില്ല. ഇതിനെതിരെ കടുത്ത നടപടി തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഇനി ഇതിന്റെ ന്യായീകരണവുമായി സഖാക്കന്മാരും ഉന്നത നേതാക്കന്മാരും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ എന്താണ് പറയുക എന്നത് കാത്തിരുന്ന് തന്നെ കാണാം. ഒരു പ്രവർത്തകനെ തല തല്ലി ചതച്ചപ്പോൾ, ഒരു പ്രവർത്തകനെ കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ ഹെൽമെറ്റ് കൊണ്ടും ചെടിച്ചട്ടി കൊണ്ടുപോലും തല തല്ലി ചതയ്ക്കുന്നത് നേരിട്ട് കണ്ടിട്ട് മുഖ്യമന്ത്രി പറഞ്ഞത്, അതിനെ വിശേഷിപ്പിച്ചതാ അത് രക്ഷാപ്രവർത്തനം എന്നതാണ്. ഇനി അതുകൊണ്ട് തന്നെ ഇതിനുള്ള ന്യായീകരണം, ചെഗുവേരയുടെ ഫോട്ടോ ഉപയോഗിച്ച് സ്വാതന്ത്ര്യ ദിനത്തിൽ കുട്ടികൾക്കുള്ളിലേക്ക് വിഷം കുത്തി നിറയ്ക്കാനുള്ള സഖാക്കന്മാരുടെ ഈ പ്രവർത്തനത്തിനെ എങ്ങനെയാണ് ന്യായീകരിക്കുക എന്നത് കാതോർക്കുകയാണ് ജനങ്ങൾ.